And how is the education in Ireland? യൂറോപ്യൻ യൂണിയനിൽ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഉള്ള കൺട്രിയാണ് അയർലൻഡ്. അതുകൊണ്ട് തന്നെ ദിസ് ആർ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ്സ് ഓഫ് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ഫൈനാൻസ് ആൻഡ് ഹെൽത്ത് കെയർ ആൻഡ് മെനി മോർ ആക്ച്വലി. ആൻഡ് ദിസ് ഇസ് ദ മെയിൻ റീസൺ വൈ വി ഓൾ മൂവ് ടു അയർലൻഡ്. അയർലൻഡ് ഫസ്റ്റ് ടൈം വരുന്നവരാണെങ്കിൽ ആദ്യം നോക്കുമ്പോൾ ദസ് എ ഹൈ സാലറി, ഗുഡ് ക്വാളിറ്റി ഓഫ് ലിവിങ് ആൻഡ് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. പക്ഷേ നമ്മൾ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റുഡൻസ് ആൻഡ് സ്റ്റുഡൻറ്റ് ലൈഫ്. ഹൗ ഈസ് ദി എഡ്യൂക്കേഷൻ ഇൻ അയർലൻഡ്? എൻ്റെ ചാനൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ അയർലൻഡിൽ ഫ്രീ ആണ്. അൺലെസ് നിങ്ങൾക്ക് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുക്കണം. അല്ലാതെ അയർലൻഡിൽ ഹൈസ്കൂൾ, അതായത് 12th തീരുന്നവരേക്കും ഇവിടെ ഫ്രീ എഡ്യൂക്കേഷൻ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രോബ്ലം. എല്ലാവർക്കും അല്ല പ്രോബ്ലം, ചിലവർക്ക് മാത്രം. ആൻഡ് ഐ ആം വൺ ഓഫ് ദം, ആൻഡ് മേ ബി യു ആർ ഓൾസോ വൺ ഓഫ് ദം. Hello everyone, welcome back to my channel. എൻ്റെ പേര് ആഷിക and I make videos about student life in Ireland. എൻ്റെ വീഡിയോസ് നേരത്തെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, എൻ്റെ എഡ്യൂക്കേഷൻ, അതായത് എൻ്റെ 12th സ്റ്റാൻഡേർഡ് അയർലൻഡിൽ 2023 ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ലൈഫിനെ പറ്റി ഇവിടെ ഉള്ള ആർക്കും ഒരു ഐഡിയ കാണത്തില്ല. കാരണം എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഒരു ഐഡിയ ആയത്. സോ ദിസ് ഈസ് മൈ സ്റ്റോറി. ജൂൺ 2023 ഞാൻ എൻ്റെ ലിവിങ് സെറ്റ് എക്സാം കഴിഞ്ഞു. ലിവിങ് സെറ്റ് ആണ് 12th സ്റ്റാൻഡേർഡ്, ഇഫ് യു ഡോണ്ട് നോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് ആണെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ്, അതായത് ഒരു സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു 2-3 ആഴ്ചന് മുൻപാണ് ഈ റിസൾട്ടും അടുത്ത് കോളേജ് പ്ലേസ്മെൻറ്റും വരുന്നത്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നാട്ടിലുള്ള പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ വേണം. യു ലൈക്ക് എ വീഡിയോ, പ്ലീസ് കമൻറ്റ് ബിലോ. എനിക്ക് കോളേജ് പ്ലേസ്മെൻറ്റ്, എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു. UCC എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജ് കോർക്ക്. അതിലെനിക്ക് എഞ്ചിനീയറിംഗിന് സീറ്റ് കിട്ടി. പക്ഷേ എനിക്ക് കോളേജ് സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു ഫീസ്. സോ ഇതറിയാൻ വേണ്ടി തന്നെ ഞങ്ങൾ UCC കോളേജ് ക്യാമ്പസിൽ പോയി. അവിടെ പോയിട്ട് അവരുടെ ഫീസ് ഓഫീസിൽ പോയിട്ട് സംസാരിച്ചു. ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ദെയർ വാസ് എ പ്രോബ്ലം. സോ ബേസിക്കലി ദ പ്രോബ്ലം വാസ് ഐ ഡോണ്ട് ഹാവ് എൻ ഐറിഷ് പാസ്പോർട്ട്. ആൻഡ് സോ ഡസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂസ് വാച്ചിങ് ദിസ് വീഡിയോ റൈറ്റ് നൗ. ഐറിഷ് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ ഹൈസ്കൂളിൽ നമ്മൾ എസ്കേപ്പ് ആവും, പക്ഷേ കോളേജിൽ പോകുമ്പോഴോ പണി കിട്ടും. അയർലൻഡ് സിറ്റികളിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫീസ് ഉണ്ട്. ഒന്ന് EU ഫീസ്, മറ്റൊന്ന് നോൺ EU ഫീസ്, അടുത്തത് ഫ്രീ ഫീസ് ഇനിഷ്യേറ്റീവ്. EU ഫീസ് ആർക്കൊക്കെ അപ്ലൈ ആവുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു യൂറോപ്യൻ യൂണിയൻ ഉള്ള ഒരു കൺട്രിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ EU ഫീസ് അടയ്ക്കണം. ആൻഡ് ദാറ്റ്സ് റഫ്ലി അറൗണ്ട് 3,000 to 4,000 പെർ ഇയർ. ഓൺലി എഡ്യൂക്കേഷൻ, നോ ഹോസ്റ്റൽസ് ഓർ നത്തിങ്. അത് കഴിഞ്ഞിട്ട് നോൺ EU ഫീസ് ഡിപ്പെൻഡ്സ് ഓൺ വെയർ യു ആർ ഫ്രം, ട്രൈങ് ടു സ്റ്റഡി. നോൺ EU ഫീസ് മിനിമം 7,000 euro തൊട്ട് മാക്സിമം 22,000, ഇല്ലെങ്കിൽ അതിൻ്റെ മേളിൽ പോകാനും ചാൻസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ നോൺ EU ഫീസ്. എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഈ ഇതൊക്കെ അറിയാമായിരുന്നു. യൂറോപ്യൻ യൂണിയൻ ഫീസ് ഉണ്ട്, നോൺ EU ഫീസ് ഉണ്ട്, അടുത്ത് വേറെ ഒന്നും കൂടെ ഉണ്ട്, ഫ്രീ ഫീസ് ഇനിഷ്യേറ്റീവ്. ഇംഗ്ലീഷുകാർക്കും നിങ്ങളുടെ ഫാമിലി ഇൻകം ഭയങ്കര ലോ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരുന്ന ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീസ്. ദാറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു അസ് അൺലെസ് യു ഡു കം അണ്ടർ ദാറ്റ്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ EU ഫീസിനെയും നോൺ EU ഫീസിനെയാണ്. അപ്പോൾ നിറയെ പേർക്ക് വീഡിയോ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും, ഓക്കെ അപ്പോൾ ഇത്രയാണ്. പക്ഷേ മനസ്സിലാവാത്തത്, നമ്മൾ അയർലൻഡിൽ എത്ര വർഷം നമ്മൾ താമസിച്ചാലും, 5, 10, 15, 20 വർഷം താമസിച്ചാലും ഐറിഷ് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ നോൺ EU ഫീസ് അടയ്ക്കണം. ഇപ്പം അയർലൻഡിൽ നിറയെ വർഷങ്ങളായിട്ട് താമസിക്കുവാണെങ്കിൽ ദേ വിൽ കാൽക്കുലേറ്റ് ദാറ്റ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് പറയും. ബട്ട് ദിസ് ഈസ് നോട്ട് ആസ് ഹൈ ആസ് നോൺ EU ഫീസ്. മിനിമം 5 വർഷം അയർലൻഡിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫീസ് കുറഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ നോൺ EU ഫീസ് അടയ്ക്കണം, വിച്ച് ഈസ് ദ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഫീസ്. ആൻഡ് ദി ആവറേജ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഫീസ് ഇൻ അയർലൻഡ് ഈസ് 12,000 euros. അതായത് ഇന്ത്യൻ മണിയിൽ ഏകദേശം 11 ലക്ഷം രൂപ. ഇത് ഒരു ആവറേജ്.
ഈ പൈസ 22,000 euro വരെ പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മിക്കവാറും ഒരു പാരൻ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, ഇപ്പം ഞാൻ ഏത് ഫീസ് അടയ്ക്കണം? ഇപ്പം നിങ്ങളിവിടെ അയർലൻഡിൽ വന്നിട്ട് ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞവരായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി വരാൻ പോകുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്നെ ഫീസ് അടയ്ക്കണമെന്ന് ഐഡിയ ഇല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആയിട്ട് നിങ്ങൾ എങ്ങനെ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഇവിടെ UCC യൂണിവേഴ്സിറ്റിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് UCD എടുക്കാം, RCSI എടുക്കാം, അല്ലെങ്കിൽ NUIG ഗൗവ എടുക്കാം. ഏതെങ്കിലും യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ കോഴ്സസ് സെക്ഷനിൽ പോകണം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സിൻ്റെ ഇതിൽ പോകണം. ഞാനിവിടെ ചെയ്യുന്നത് ആസ്ട്രോഫിസിക്സിൽ പോയിട്ട് അതിൻ്റെ മെയിലിൽ തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ നമുക്ക് ഫീസ് ആൻഡ് കോസ്റ്റ് കാണാം. കോസ്റ്റ് സെക്ഷനിൽ പോയിട്ട് അതിൻ്റെ താഴോട്ടുള്ള റെഗുലേഷൻസും റൂൾസും എല്ലാം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും EU ഫീസ്, നോൺ EU ഫീസ്, ഫ്രീ ഫീസ് ഇനിഷ്യേറ്റീവ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫീസ് അസസ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഇരിക്കും. ആ ഫീസ് അസസ്മെൻറ്റ് ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അവിടെ ഫീസ് ഓഫീസിനുള്ള ആ മെയിലോട്ട് അയച്ചു കൊടുക്കണം. അപ്പം ഈ ഫീസ് ഓഫീസിൽ നിന്നുള്ളവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ നിങ്ങൾക്ക് റിപ്ലൈ വരും. ഇപ്പം നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോയിട്ട് ഫീസ് അസസ്മെൻറ്റ് ഫോം കിട്ടിയില്ലെങ്കിൽ ദ വൺ തിങ് ടു ഡു ഇസ് ഗോ സ്ട്രേറ്റ് ടു ദ യൂണിവേഴ്സിറ്റിയിൽ സ്ട്രേറ്റ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഫീസ് ഓഫീസിൽ പോകാൻ പറ്റും. അപ്പോൾ അവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ ചോദിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് എത്ര തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഉണ്ടെങ്കിലും, എത്ര തന്നെ നിറയെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും, എഡ്യൂക്കേഷൻ പോലെ തന്നെ വേറെയും നിറയെ കാര്യങ്ങൾ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതൊന്നും നമ്മൾ ആദ്യം വരുമ്പോൾ നോക്കത്തില്ല. ബിക്കോസ് ഓബിയസ്ലി we are blinded by other stuff, especially expenses, grocery, taxes എല്ലാം ഭയങ്കര വലുതായിട്ടുള്ള കാണും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അയർലൻഡിൽ വരരുതെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അയർലൻഡിൽ വരുന്നതിന് മുമ്പ് റിസർച്ച് ചെയ്യണം, എസ്പെഷ്യലി ഇഫ് യു ആർ എബോവ് ദ ഏജ് ഓഫ് 35. കാരണം 35 എബോവിൻ്റെ ഏജ് ആണെങ്കിൽ ഐ അസ്യൂം ദാറ്റ് യു വിൽ ഹാവ് കിഡ്സ്. അതും അവർ ഏകദേശം ഒരു സ്കൂൾ ഒരു 7th 8th ഇല്ലെങ്കിൽ ചെറിയ പിള്ളേരാണെങ്കിൽ യു ആർ ഫൈൻ. കാരണം അവർ വളർന്നു വന്ന് കോളേജിൽ പോകുന്ന സമയത്ത് തന്നെ നിങ്ങളിവിടെ അയർലൻഡിൽ വന്ന് എത്രയായാലും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. സോ യു വിൽ ഹാവ് ദി ഐറിഷ് പാസ്പോർട്ട്. അല്ല നിങ്ങൾ പിള്ളേരാണെങ്കിൽ കോളേജിൽ പോകുന്ന പ്രായം ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടും. അതർവൈസ് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഫീസ് അടയ്ക്കാൻ കാശുണ്ടെങ്കിൽ യു ആർ ഫ്രീ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ദിസ് മൈറ്റ് ബി എ ബിഗ് പ്രോബ്ലം ഫോർ യു. ഇപ്പം എനിക്കും അതേ ആയിരുന്നു. കാരണം എനിക്ക് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഫീസ് ഞാൻ അടയ്ക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ കണക്കിൽ ഞാൻ അയർലൻഡിൽ 5 വർഷം ഉണ്ടായിരുന്നു. സോ ഐ ഹാവ് ടു പേ ദ നോർമൽ ഫീസ്, റൈറ്റ്? പക്ഷെ അവർ പോയപ്പോൾ പറഞ്ഞ് നോ, യു ഹാവ് ടു പേ ദ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഫീസ്. എന്നിട്ട് ഞാൻ ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഒരു ചെറിയ കോഴ്സ് ചെയ്തു. ഐ ആം ഗോയിങ് ബാക്ക് ടു കോളേജ് ദിസ് ഇയർ. നോ, മൈ ഫീസ് ആർ നോട്ട് നോർമൽ യറ്റ്. ഐ ഹാവ് ടു പേ ദ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഫീസ് ഫോർ ദ ഫസ്റ്റ് ഇയർ. പക്ഷെ I have concluded that I should start it anyway. Student fees അടയ്ക്കുന്ന ഒരു സ്ട്രഗിൾ ആണെങ്കിൽ I think it's time you look into other options. There are a lot of options. അത് ആദ്യം നമുക്ക് എന്തായാലും ഇതോടെ കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇരുന്നാലും there are other options. റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്നേ വേറെ നാട്ടിൽ പോയി പഠിക്കാം, ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഫീസ് അടച്ചിട്ട് പഠിക്കാം, ഇല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നവർക്ക് വെയിറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഇങ്ങനെ നിറയെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഡോണ്ട് തിങ്ക് എവറിത്തിങ് ഈസ് ഗോണ എൻഡ് ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് എൻ ഐറിഷ് പാസ്പോർട്ട്. No. It's not. Thank you everyone for watching the videos to the very end. Hopefully ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും യൂസ് ആകുമെന്ന് തോന്നിയാൽ പ്ലീസ് ഷെയർ ഇട്ട് ദം, ബിക്കോസ് ഷെയറിങ് ഈസ് കെയറിങ്. കം ഓൺ, യാ. ഇനി നിങ്ങൾക്ക് ഇതേപോലെ അയർലൻഡ് ലൈഫിനും സ്റ്റുഡൻറ്റ് ലൈഫും എസ്പെഷ്യലി പറ്റി നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും